അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ വലക്കദ് നസറക്കുമുല്ലാഹു ബി ബദർ, അള്ളാഹു താല ബദരീങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ബദർ യുദ്ധം നടന്ന സ്ഥലമാണ്. ബദർ യുദ്ധം നടന്ന സ്ഥലമാണ്. മാത്രമല്ല, ഹബീബായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിൻ്റെ മുന്നേ ശത്രുപക്ഷത്തെ ആയുധ വിഭൂഷിതരാകുന്ന ശത്രുപക്ഷത്തോട് പടപൊരുതാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് കിടന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന പള്ളിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന പള്ളിയാണ് അൽഹംദുലില്ലാ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കരച്ചൽ കണ്ടുകൊണ്ട് പറഞ്ഞു, നബിയെ ഒന്ന് കരച്ചൽ നിർത്തൂ, അങ്ങയുടെ സങ്കടം കണ്ടുകൊണ്ട് ഈ അബൂബക്കറിനും സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അല്പസമയം കഴിയുമ്പോഴേക്കാണ് പടച്ച തമ്പുരാൻ്റെ സഹായവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ഈ ബദറിലേക്ക് 5000-ഓളം വരുന്ന പ്രത്യേകമായി അടയാളം വെക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹു താല ഇങ്ങോട്ട് ഇറക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായിരിക്കുന്ന ബദർ വലിയ വിജയം നൽകി. വലക്കദ് നസറക്കുമുല്ലാഹു ബി ബദർ, വലക്കദ് നസറക്കുമുല്ലാഹു ബി ബദർ. പടച്ച തമ്പുരാൻ്റെ സഹായം ലഭ്യമായ വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന് വിജയം കിട്ടിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയ സ്ഥലമാണ്. പടച്ച തമ്പുരാൻ അവരോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.